ക്ലാസിക് കേരള PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC മലയാളം എന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, പൂരണി തദ്ധിതത്തിന് ഒരു ഉദാഹരണം. തദ്ധിതം തന്നെ എന്താണ്? 5 ടൈപ്പാണ് ഉള്ളത്. അതിലൊരു തദ്ധിതമാണ് പൂരണി തദ്ധിതം. എന്താണ് പൂരണി തദ്ധിതം? സംഖ്യാവാചികളായ ശബ്ദങ്ങളോടൊപ്പം, സംഖ്യാവാചികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 അങ്ങനത്തെ സംഖ്യകളാണ് കേട്ടോ. സംഖ്യാവാചികളായ ശബ്ദങ്ങളോടൊപ്പം ആം എന്നോ, എന്താണ്? ആം എന്നോ അൻ എന്നോ ചേർക്കുന്നതാണ് എന്ത്? പൂരണി തദ്ധിതം. നമുക്ക് ഉദാഹരണം നോക്കാം. 1 ആം ചേർത്ത് എന്ത് എഴുതണം? ഒന്നാം. അൻ ചേർത്ത് എന്ത് എഴുതണം? ഒന്നാമൻ. അതുപോലെ വേറെ നോക്കിക്കേ. 10 പത്താം, പത്താമൻ. 100 നൂറാം, നൂറാമൻ. ഇതൊക്കെ എന്ത് തരം തദ്ധിതമാണ്? പൂരണി തദ്ധിതമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, ഒന്നാമനാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, താമര അധികം കുളം ഇവ ചേർത്ത് എഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? താമര അധികം കുളം നമ്മൾ എങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്? താമര കുളം എന്നാണ് എഴുതുന്നത്. ഇവിടെ കാ എന്ത് ചെയ്തു? കാ ഇരട്ടിച്ചു. ഇരട്ടിച്ചാൽ അത് എന്ത് സന്ധിയാണ്? ഇരട്ടിച്ചാൽ അത് ദ്വിത്വസന്ധിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ, ദ്വിത്വസന്ധി. അടുത്ത ചോദ്യം, ശരിയായ ഭാഷാപ്രയോഗം തിരഞ്ഞെടുക്കുക. ഇത് വാക്യശുദ്ധിയിലെ ചോദ്യമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വാക്യത്തിൽ ഏകദേശം, ഓളം എന്നീ 2 വാക്കുകൾ ഒരുമിച്ച് വരില്ല. രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പോൾ രണ്ടും കൂടി വന്നാൽ എന്താണ്? വാക്യം തെറ്റാണ്. ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ മതി. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ. പ്രളയബാധിതരായിട്ട് ഏകദേശം 50ഓളം പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട് വാക്യത്തിൽ? ഏകദേശം എന്നും 50ഓളം എന്നും, ഓളവും ഏകദേശം ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്യം എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും നോക്കൂ. അവിടെ രണ്ടിടത്തും എന്താണ്? 50ഓളം, ഏകദേശം രണ്ടും എന്താണ്? വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഈ 3 ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ ഡി നോക്കിക്കേ. ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. അവിടെ 1 വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ശ്ലോകത്തിൽ കഴിക്കുക എന്നാൽ വളരെ ചുരുക്കുക, അല്ലെങ്കിൽ എന്താണ്? വളരെ സംഗ്രഹിക്കുക എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. ഇതുപോലെ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ശൈലികൾ നമുക്ക് പരിചയപ്പെടാം. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഷ്ടപ്പെടുക. പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുക. എണ്ണിച്ചുട്ട അപ്പം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പരിമിത വസ്തു, വളരെ കുറച്ചുള്ള ഒരു വസ്തു. എണ്ണിച്ചുട്ട അപ്പം എന്താണ്? പരിമിത വസ്തു. ഭീഷ്മ പ്രതിജ്ഞ എന്നാൽ എന്താണ്? കഠിന ശപഥം എന്നാണ് അർത്ഥം. ഭീഷ്മ പ്രതിജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കഠിന ശപഥം. ഇതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തതേത്? അപ്പോൾ നമുക്ക് സൂര്യൻ്റെ കുറച്ച് പര്യായ പദങ്ങൾ പരിചയപ്പെടാം. സൂര്യൻ്റെ പര്യായമാണ് ആദിത്യൻ, അരുണൻ, ആര്യമാവ്. പിന്നെ ദിനകരൻ. ദിനത്തിലല്ലേ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്. അപ്പോൾ ദിനകരൻ. പ്രഭാകരൻ, നല്ലൊരു പ്രഭയല്ലേ, നല്ല പ്രഭയാണ്. അപ്പോൾ പ്രഭാകരൻ, ഭാസ്കരൻ. അപ്പോൾ സൂര്യൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ്? ആദിത്യൻ, അരുണൻ, ആര്യമാവ്, ദിനകരൻ, പ്രഭാകരൻ, ഭാസ്കരൻ. അരുണൻ നോട്ട് ചെയ്ത് പഠിക്കുക. അരുണൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സോമൻ എന്തിൻ്റെ പര്യായമാണ്? സോമൻ ചന്ദ്രൻ്റെ പര്യായമാണ്. അപ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ കുറച്ച് പര്യായങ്ങൾ നോക്കാം. ചന്ദ്രൻ്റെ പര്യായങ്ങളാണ് ഇന്ദു, തിങ്കൾ, അമ്പിളി, ശശി, ശശധരൻ, ശശാങ്കൻ. എന്തൊക്കെയാണ്? ഇന്ദു, തിങ്കൾ, അമ്പിളി, ശശി, ശശധരൻ, ശശാങ്കൻ. ഇതൊക്കെ എന്താണ്? ചന്ദ്രൻ്റെ പര്യായങ്ങളാണ്. അടുത്ത ചോദ്യം, വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വെള്ളായപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി, കടൽ തീരത്ത്. നമുക്ക് PSC ഇടയ്ക്ക് ചോദിക്കാറുള്ള കുറച്ച് കഥാപാത്രങ്ങളും കൃതികളും നോക്കാം.
സേതു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കാലം എന്ന കൃതിയിലെ കഥാപാത്രമാണ്. കാലം എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. വിമല, അമർ സിംഗ് എന്നിവർ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? വിമലയും അമർ സിംഗും മഞ്ഞിലെ കഥാപാത്രങ്ങളാണ്. മഞ്ഞ് എഴുതിയതും ആരാണ്? MT വാസുദേവൻ നായരാണ്. ഇംഗ്ലീഷ് എന്ന ഭാഗത്തിൽ നിന്നും ഈ മഞ്ഞിലെ കഥാപാത്രങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സേതു ഏത് കൃതിയിലെ കഥാപാത്രമാണ്? കാലം. വിമലയും അമർ സിംഗും മഞ്ഞിലെ കഥാപാത്രങ്ങളാണ്. അടുത്തത്, മായനും ബീരാനും ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഉമ്മാച്ചുവിലെ. ഉമ്മാച്ചു എഴുതിയത് ആരാണ്? ഉറൂബ്. ഇത് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. നാരായണിയും ബഷീറും ഏത് കൃതിയിലെ കഥാപാത്രമാണ്? മതിലുകളിലെ. മതിലുകൾ എഴുതിയ ആരാണ്? ബഷീർ. അപ്പോൾ മായനും ബീരാനും ഉമ്മാച്ചുവിലെ കഥാപാത്രങ്ങളാണ്. നാരായണിയും ബഷീറും മതിലുകളിലെ കഥാപാത്രമാണ്. PSCയുടെ മിക്ക ചോദ്യ പേപ്പറിലും കഥാപാത്രങ്ങളും കൃതികളിലും അതിലെ ഒരു ചോദ്യം കാണാറുണ്ട്. അടുത്ത ചോദ്യം, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നന്ദനാർ എന്നറിയപ്പെടുന്നത് PC ഗോപാലനാണ്. അപ്പോൾ നന്ദനാർ എന്നറിയപ്പെടുന്നത് ആരാണ്? PC ഗോപാലൻ. അപ്പോൾ നമുക്ക് കുറച്ച് തൂലികാനാമങ്ങൾ നോക്കാം. ചെറുകാട് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോവിന്ദ പിഷാരടി. ചെറുകാട് എന്നറിയപ്പെടുന്നത് ഗോവിന്ദ പിഷാരടി. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് KK നീലകണ്ഠൻ. ആനന്ദ് എന്നറിയപ്പെടുന്നത് P സച്ചിദാനന്ദൻ. ആനന്ദ് എന്നറിയപ്പെടുന്നത് P സച്ചിദാനന്ദൻ. അടുത്ത ചോദ്യം, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി. ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C, ഓടക്കുഴൽ. അപ്പോൾ നമ്മൾ ജ്ഞാനപീഠം എന്ന ഭാഗത്ത് നിന്ന് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961. ആദ്യം ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത് 1965. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി നമ്മുടെ G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ്. 1965 ജ്ഞാനപീഠം കിട്ടിയത്. മലയാളത്തിൽ നിന്നും 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. നമ്മൾ 6 പേരെയും അവരുടെ കൃതികൾ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ആദ്യത്തെ 4 പേരെ പഠിക്കാനൊരു ചെറിയൊരു കോഡുണ്ട്. ശങ്കരക്കുറുപ്പ് പൊറ്റക്കാട്ടിൽ പോയി. ശങ്കരക്കുറുപ്പ് എവിടെ പോയി? പൊറ്റക്കാട്ടിൽ പോയി. അപ്പോൾ ആദ്യത്തെ ആൾ ആരാണ്? G ശങ്കരക്കുറുപ്പ്. രണ്ടാമത് SK പൊറ്റക്കാട്. പൊറ്റക്കാട്ടിൽ പോയപ്പോൾ എന്ത് കണ്ടു? ശിവൻ്റെ ഒരു വിഗ്രഹം കണ്ടു. അപ്പോൾ മൂന്നാമത്തെ ആൾ ആരാണ്? തകഴി ശിവശങ്കര പിള്ള. ശിവൻ എന്താണ്? ഒരു ദേവനാണല്ലേ. അപ്പോൾ നാലാമത്തെ ആൾ ആരാണ്? MT വാസുദേവൻ നായർ. അപ്പോൾ 4 പേര് എന്ന് പറഞ്ഞേ. ആദ്യം G ശങ്കരക്കുറുപ്പ്, രണ്ടാമത് SK പൊറ്റക്കാട്, മൂന്നാമത് തകഴി ശിവശങ്കരപിള്ള, നാലാമത് MT വാസുദേവൻ നായർ. അടുത്തത് ONV കുറുപ്പിനും, ആറാമത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും. ഇവർക്കൊക്കെയാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഇനി ഇവരുടെ കൃതി കൂടി നോക്കണം. G ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്. അപ്പോൾ G ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്? ഓടക്കുഴൽ എന്ന കൃതിക്ക് 1965. രണ്ടാമത് SK പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പോൾ SK പൊറ്റക്കാടിന് ഏത് കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്? ഒരു ദേശത്തിൻ്റെ കഥ. മൂന്നാമത് തൊട്ട് ആറാമത് വരെ സമഗ്ര സംഭാവനയ്ക്ക്, അതായത് മൂന്നാമത് തൊട്ട് ബാക്കിയുള്ള എല്ലാവർക്കും സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. തകഴി ശിവശങ്കര പിള്ളയ്ക്കും MT വാസുദേവൻ നായർക്കും ONV കുറുപ്പിനും അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കും സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജ്ഞാനപീഠം എന്ന ടോപ്പിക്കിൽ നിന്നും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം. മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോക്കഡൈൽ ടിയേഴ്സ്. അപ്പോൾ അതുപോലെ വരുന്ന കുറച്ച് ശൈലികളും അവയുടെ അർത്ഥങ്ങളും നമുക്ക് നോക്കാം. നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നസത്യം. നേക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്നസത്യം. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട് എന്ന ശൈലിയുടെ അർത്ഥം വിലക്കപ്പെട്ട കനി. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലി. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം എന്താണ്? ഭഗീരഥ പ്രയത്നം. ഹെർക്കൂലിയൻ ടാസ്ക് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഭഗീരഥ പ്രയത്നം. അടുത്ത ചോദ്യം,
ആക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം. ആക്കിലസിൻ്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ഇംഗ്ലീഷ് വിവർത്തനം ആക്കിലസ് ഹീൽ എന്നാണ്. എന്താണ്? ആക്കിലസ് ഹീൽ എന്നാണ്. ഓപ്ഷൻ ഡി ആക്കിലസ് ഹീലാണ് നമ്മുടെ ഉത്തരം. നമ്മൾ കഴിഞ്ഞ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ ആക്കിലസ് ഹീലിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിനകത്തും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ആക്കിലസ് ഹീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ വീക്ക്നെസ് എന്നാണ് കേട്ടോ. അതായത് ഇപ്പം എനിക്ക് എൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഐസ്ക്രീം എൻ്റെ ആക്കിലസ് ഹീലാണെന്ന് പറഞ്ഞാൽ എന്താണ്? അതെൻ്റെ വീക്ക്നെസ് ആണെന്നാണ് അർത്ഥം കേട്ടോ. അഗ്നി പര്യായപദം എഴുതുക. അഗ്നിയുടെ പര്യായപദം ഏതാണ്? അനലനാണ് അഗ്നിയുടെ പര്യായപദം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി അനലൻ. അനിലൻ എന്താണ്? കാറ്റിൻ്റെ പര്യായമാണ് അനിലൻ. അപ്പോൾ അഗ്നിയുടെ പര്യായം ഏതാണ്? അനലൻ. അടുത്ത ചോദ്യം, ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ലേഖകൻ്റെ സ്ത്രീലിംഗം ഏതാണ്? ലേഖിക. ഓപ്ഷൻ ബി ലേഖികയാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അതുപോലെ വരുന്ന കുറച്ച് സ്ത്രീലിംഗവും പുല്ലിംഗവും നോക്കാം. കവിയുടെ സ്ത്രീലിംഗം എന്താണ്? കവയിത്രി. കവിയുടെ സ്ത്രീലിംഗമാണ് കവയിത്രി. വിദ്വാൻ്റെ സ്ത്രീലിംഗം ഏതാണ്? വിദുഷി. വിദ്വാൻ, വിദുഷി. പ്രഭുവിൻ്റെ സ്ത്രീലിംഗ പദം ഏതാണ്? പ്രഭ്വി. പ്രഭു, പ്രഭ്വി. ഓക്കെ, അടുത്ത ചോദ്യം, ശരത് അധികം ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ശരത് ചന്ദ്രൻ എന്നാണ് എഴുതുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഫലേച്ഛ കൂടാതെ എന്ന് പറഞ്ഞാൽ നിഷ്കാമം എന്നാണ്. ഓപ്ഷൻ എ നിഷ്കാമമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ശ്ലാഘ്യത്തിൻ്റെ വിപരീത പദം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ശ്ലാഘ്യത്തിൻ്റെ വിപരീതം ഏതാണ്? ഓപ്ഷൻ ബി ഗർഹ്യമാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, വാഗാർത്ഥം പിരിച്ചെഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. വാക്ക് അധികം അർത്ഥമാണ് വാഗാർത്ഥം. അപ്പോൾ വാഗാർത്ഥത്തെ നമ്മൾ എങ്ങനെയാണ് പിരിക്കുന്നത്? വാക്ക് അധികം അർത്ഥം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം എടുത്തെഴുതുക. അവൻ്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അടുത്ത നോക്കിയേ, ഓരോ വീട് തോറും കയറണം. ഓരോയും തോറും കൂടെ ഒരുമിച്ച് എഴുതേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ അതും തെറ്റാണ്. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. അത് നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പോലത്തെ ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അടുത്തത്, ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. അതും എന്താണ്? തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഇവിടെ തന്നിട്ടുള്ള വെച്ച് പൂജക ബഹുവചനം ഏതാണ്? ഓപ്ഷൻ ബി നിങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ള പൂജക ബഹുവചനം. അപ്പോൾ ഓപ്ഷൻ ബി നിങ്ങളാണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, അർത്ഥവ്യത്യാസം എഴുതുക. കന്ധരം ഗുഹയാണ്. അപ്പോൾ കന്ധരം എന്താണ്? കഴുത്ത്. കന്ധരം ഗുഹ, കന്ധരം കഴുത്ത് ആണ്. ഓപ്ഷൻ ബി കഴുത്താണ് ഉത്തരം. അടുത്ത ചോദ്യം, ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ഏതാണ്? ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ളത്, ഒരിക്കലും യഥാർത്ഥ ജീവിതത്തിൽ നടക്കാത്ത ഒരു ഭാവനാ ലോകമാണ് ഉട്ടോപ്യ. അപ്പോൾ ആ ശൈലിയുടെ അർത്ഥം ഏതാണ്? ഓപ്ഷൻ ബി പ്രായോഗികമല്ലാത്തത് ആണ് നമ്മുടെ ഉത്തരം.